കേരളത്തിന്റെ പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിലെ ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I, Rajendra Vishwanath Arlekar, do swear in the name of God that I will faithfully execute the office of Governor of Kerala and will, to the best of my ability, preserve, protect and defend the Constitution of India and the law, and that I will devote myself to the service and well-being of the people of Kerala. ശ്രീത്താണ് ഒരുങ്ങും ചെയ്യുന്നത്. ശ്രീത്ത്, ആ ചടങ്ങിൽ കണ്ട എന്താണ് സ്നേഹാദരങ്ങൾ, ഊഷ്മളത, അതൊക്കെ വരാൻ പോകുന്ന 5 വർഷവും നിലനിൽക്കും എന്ന് തന്നെയല്ലേ സർക്കാരിന്റെ പ്രതീക്ഷ? ശ്രീത്ത്, ഹാഷ്മി, നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള ബന്ധത്തിലെ ഉലച്ചിൽ പോലെ ഇത്തവണ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുതിയ ഗവർണറെ സ്വീകരിക്കുന്നത്. ഒരു മുൻവിധിയോടുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് മുഖ്യമന്ത്രിയുടെ കൂടി നിലപാടാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഗവർണർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ മുതൽ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകുന്ന അടക്കമുള്ള പരിപാടിയിൽ ചടങ്ങുകളിലേക്ക് സർക്കാർ പൂർണ്ണമായും സഹകരിച്ചത്. ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പത്നി കമലയോടൊപ്പമാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയത്. അപ്പോൾ സർക്കാർ ഈ പുതിയ ഗവർണറെ മുൻവിധിയോടെ സമീപിക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറുമായുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും മാത്രമാണ്. അത് പുതിയ ഗവർണറിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ മുൻവിധിയില്ലാത്തൊരു സമീപനം, അതാണ് സർക്കാരിന്റെ ഇക്കാര്യത്തിലെ നയം. രാവിലെ 10:30 പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കേരളത്തിന്റെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗോവ സ്വദേശിയാണ് അദ്ദേഹവും പത്നിയും ഇന്നലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഏതാണ്ട് 3 മിനിറ്റ് ദൈർഘ്യം മാത്രമുള്ള ഒരു ചടങ്ങായിരുന്നു. ഗോവ സ്വദേശിയായ ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര ആർലേക്കർ ഇനി കേരളത്തിന്റെ ഗവർണറാണ്. നമുക്കറിയാം, പോയ 5 വർഷക്കാലങ്ങൾ ഏതാണ്ട് യുദ്ധപർവ്വം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ ഏറ്റുമുട്ടലുകളുടെ നിരന്തര പരമ്പര നമ്മൾ കണ്ടു. എന്തായാലും അതൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ടേക്ക് പോകും എന്നതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം.